നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ നടി മഞ്ജു പിള്ളയും മകൾ ദയാ സുജിത്തുമാണ് ചർച്ചാ വിഷയം. ദയാ സുജിത്തിനെതിരെ അധിക്ഷേപിച്ച യൂട്യൂബർ ഷെഫീന ബീവിക്കെതിരെ വ്യാപക വിമർശനം വരുന്നുണ്ട്. ദയയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് മകൾ ദയെന്ന് മഞ്ജു പിള്ള പറയാറുള്ളത്. ഇപ്പോഴിതാ മകൾക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് നടി മഞ്ജു പിള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. മഞ്ജുവിന്റെയും ഛായാഗ്രാഹകൻ സുജിത് വാസുദേവിന്റെയും മകൾ ദയാ സുജിത്ത് സോഷ്യൽ മീഡിയയിലെ താരമാണ്. ദയയുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സൈബർ ആക്രമണം കടുത്തതോടെ പിന്തുണയുമായി നിരവധി പേരെത്തിയിരുന്നു. പിന്നാലെയാണ് വിഷയത്തിൽ മഞ്ജു പിള്ള പ്രതികരിച്ചിരിക്കുന്നത്. ദയയുടെ പുതിയ വ്ലോഗിലാണ് മഞ്ജു പിള്ളയുടെ പ്രതികരണം. നമുക്ക് വേറെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. സത്യത്തിൽ എന്താണ് പറയേണ്ടത്? ഇതേക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. അതിനേക്കാളും വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ തന്നെ ചെയ്യണം എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലെങ്കിലും അവരവരുടെ പാഷന് പിന്നാലെ പോവുക. അതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കുക. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അപകടമുണ്ടാക്കാതെ ജീവിക്കുക. മകളെ പിന്തുണയ്ക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് മഞ്ജു പിള്ള പറഞ്ഞത്. ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ വിഷമമുണ്ട്. കുഞ്ഞുങ്ങളെ പറയുമ്പോൾ അമ്മ എന്ന നിലയിൽ വേദനയുണ്ടാകും. പേടിയല്ല, എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന അമ്മ എന്ന നിലയിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മഞ്ജു പിള്ള പറയുന്നുണ്ട്. അതേസമയം തന്റെ പഴയ വീഡിയോ പ്രചരിപ്പിക്കുന്നതും മഞ്ജു പിള്ള ചൂണ്ടിക്കാണിച്ചു. ഇക്കാര്യത്തിൽ എന്റെ പ്രതികരണം എന്ന് പറഞ്ഞ് മുൻപത്തെ പല വീഡിയോകളും കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴല്ലാതെ ഇക്കാര്യത്തിൽ ആരോടും ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല എന്നാണ് താരം പറയുന്നത്. വീഡിയോയിൽ ദയ തനിക്ക് ലഭിച്ച മെസ്സേജുകളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ 2 ടീനേജ് പെൺകുട്ടികളുടെ അമ്മയായ ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. മോൾ ആ ഫോട്ടോഷൂട്ടിൽ ഇട്ട ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ കുട്ടികൾ ഇട്ടാലും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് എന്റെ അനുഗ്രഹം നൽകുന്നു എന്നാണ് പറഞ്ഞത്. എന്തു മനോഹരമായിട്ട്, എത്ര ബഹുമാനത്തോടെയാണ് അവർ പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മൂലം മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിന് അതിൽ നിന്നും പിന്മാറണമെന്നാണ് ദയ ചോദിക്കുന്നത്. അതേസമയം ദയയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് മകൾ ദയ എന്നാണ് മഞ്ജു പിള്ള പറയാറുള്ളത്. കുറെ കാലം സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നതും മകൾക്ക് വേണ്ടി സമയം നൽകാനായിരുന്നു. മഞ്ജു പിള്ളയ്ക്കും സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവനും പിറന്ന മകളാണ് ദയ. വിവാഹമോചിതരാണ് മഞ്ജുവും സുജിത്തും. ബന്ധം പിരിഞ്ഞതിന് ശേഷം മകൾ തന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചും മഞ്ജു പിള്ള പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട്. പ്രശ്നങ്ങളില്ലാതെ കുടുംബമില്ല. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പരിഹരിച്ചു പോകും, ചിലത് പരിഹരിക്കപ്പെടില്ല. ഇപ്പോൾ രണ്ടുപേരും ഹാപ്പിയായി സന്തോഷത്തോടെ കൈകൊടുത്ത് പിരിഞ്ഞു. ഞങ്ങൾ ഫോൺ ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. കരുത്ത് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനും മോളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരിലും കരുത്തുണ്ട്. ചില സമയത്ത് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ട് ആ ഘട്ടം അതിജീവിച്ചു. സങ്കടമുണ്ടാകും. മകളുള്ളത് കൊണ്ട് പിരിയുന്നത് ഒരിക്കലും ട്രോമയായിട്ടില്ല. അവൾ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്നെയും സുജിത്തിനെയും ഒരുപോലെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മകളാണ് ഞങ്ങൾക്ക്. എനിക്ക് 2 പേരും വേണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. മോളുടെ സന്തോഷം എന്നതിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ സന്തോഷവും വേണ്ടേ എന്ന് സുജിത്ത് പറഞ്ഞിട്ടുണ്ട്. മകൾക്ക് വേർപിരിയൽ പ്രശ്നമായിരുന്നില്ല. ഞങ്ങളുടെ മകളെക്കുറിച്ച് വളരെ അഭിമാനമാണ്. തന്നെയും സുജിത്തിനെയും ഒന്നിപ്പിക്കുന്ന ഘടകമാണ് മകളെന്ന് മഞ്ജു പിള്ള സമ്മതിക്കുന്നുണ്ട്. എന്റെ മകളുടെ അച്ഛനാണ്. എനിക്കത് മറക്കാൻ പറ്റില്ല. തിരിച്ച് സുജിത്തും എനിക്ക് ആ ബഹുമാനം തരുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അടിച്ചു പിരിഞ്ഞതല്ല. ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. കോമൺ ഫ്രണ്ട്സ് ഇപ്പോഴുമുണ്ട്. ഫാമിലി വളരെ അടുപ്പമാണ്. എന്റെ അമ്മയും സുജിത്തിന്റെ അമ്മയും ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഫോൺ ചെയ്യും. താൻ ദിവസേന എന്നോണം വിളിക്കാറുണ്ടെന്നും മഞ്ജു പിള്ള പറഞ്ഞു. എനിക്കെന്ന് പറഞ്ഞ് ഒരു പേഴ്സണൽ ലൈഫ് എനിക്ക് വേണ്ടേ, സുജിത്തിനും വേണ്ടേ. പിരിഞ്ഞതിന് കാരണം പേഴ്സണലാണ്. വീട്ടുകാരോട് പറയാത്തത് പോലും ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പറയും. ഫ്രണ്ട്സിനോട് പോലും പറയാത്ത ചിലതുണ്ടാകും ഉള്ളിൽ. എനിക്കേ അറിയുള്ളൂ എല്ലാം എന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി. സുജിത് വാസുദേവിന്റെ സിനിമാറ്റോഗ്രാഫി കരിയറിനെ കുറിച്ചും മഞ്ജു പിള്ള സംസാരിച്ചിരുന്നു. സുജിത്ത് ഒരു വലിയ ക്യാമറാമാൻ ആകണമെന്ന് ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഭാര്യ ആയിരുന്നപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളാണ്. കുടുംബജീവിതത്തെക്കാൾ പ്രിയം സുജിത്തിന് സിനിമ ജീവിതമായിരുന്നുവെന്നും മഞ്ജു പിള്ള പറയുന്നുണ്ട്. ആദ്യം ക്യാമറാമാൻ, പിന്നെ ഭർത്താവ്, പിന്നെ അച്ഛൻ എന്നാണ് സുജിത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത്. ക്യാമറ എന്നത് പുള്ളിയുടെ ശ്വാസമാണ്. അത് വിട്ടിട്ട് ഒരു കളിയും സുജിത്തിനില്ല എന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി. അതേസമയം ദയയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട്. അനുചന്ദ്ര പങ്കുവച്ച കുറിപ്പിൽ ദയക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയ ഷെഫീന ബീവി എന്ന യൂട്യൂബറുടെ ചിന്താഗതികളെ കുറിച്ചായിരുന്നു വ്യക്തമാക്കിയത്. താൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ മറ്റുള്ളവർ ജീവിക്കാവൂ എന്ന പിടിവാശിയാണ് ഷെഫീന ബീവിക്കെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു:
ഇൻസ്റ്റഗ്രാമിൽ 2 ടൈപ്പ് സ്ത്രീകളുണ്ട്. ഒന്ന്, കണ്ണിൽ കണ്ട കുറ്റിക്കാട്ടിലും പുൽക്കൂട്ടത്തിനുമൊക്കെ ഇടയിലിരുന്ന് തുണി പൊക്കി കാണിച്ച് ജീവിക്കുന്ന ടീംസ്. അതായത് ആ തുണി പൊക്കി കാണിക്കുന്നത് കണ്ടിട്ട് വേണം ആരെങ്കിലുമൊക്കെ അവരുടെ സബ്സ്ക്രിപ്ഷൻ തേടി പോകാനും അല്ലെങ്കിൽ അവരുടെ മറ്റു വല്ല പ്ലാറ്റ്ഫോമിലുമൊക്കെ പൈസ കൊടുത്ത് കയറാനുമൊക്കെ. അതൊരുമാതിരി ശരീരം വിറ്റ് ജീവിക്കുന്ന പരിപാടിയാണ്. അതിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പ് സ്ത്രീകളാണ് സെമി റിവീലിംഗ് ഫാഷൻ ഫോട്ടോ ചെയ്യുന്നവർ. അതായത് ശരീരഭാഗങ്ങൾ തുറന്നു കാണിക്കുന്ന സ്റ്റൈലിഷ് ഫാഷൻ അവതരണമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതിലൊരിക്കലും ലൈംഗിക പ്രവർത്തനം ഉണ്ടാകില്ല. മാത്രമല്ല ഫാഷൻ മാഗസിനുകൾ, ബ്രാൻഡ് ക്യാമ്പയിനുകൾ, മോഡൽ പോർട്ട്ഫോളിയോകൾ എന്നിവയിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സാധാരണവുമായിരിക്കും. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരിൽ കാര്യമായി ചിത്രീകരിക്കുന്നത് ലൈംഗിക പ്രവർത്തനം തന്നെയായിരിക്കും. സോ രണ്ടും രണ്ട് തന്നെയാണ്. അങ്ങനെ രണ്ടും രണ്ടാണെന്ന് സത്യം തിരിച്ചറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ പല ബീവികളുടെയും ചൊറിച്ചിലുകളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും വസ്ത്രധാരണത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചിത്രത്തിന്റെ ഉദ്ദേശം, അവതരണ രീതി, സന്ദർഭം എന്നിവയൊക്കെ. അതൊക്കെ ശ്രദ്ധിക്കാനുള്ള ബോധമുണ്ടെങ്കിലേ ഫാഷൻ എഡിറ്റോറിയൽ, സെമി റിവീലിംഗ് ഫോട്ടോഗ്രാഫിയും ലൈംഗിക ആകർഷണം പ്രധാന ലക്ഷ്യമാക്കി നിർമ്മിക്കുന്ന പ്രൊഫഷണൽ ഉള്ളടക്കവും ഒരേ കാര്യമല്ല എന്നൊക്കെ പല ബീവിമാർക്കും തിരിച്ചറിയാൻ കഴിയും. പിന്നെ ഈ വിമർശിക്കുന്ന ബീവിയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് സാമൂഹിക നിയന്ത്രണ ബോധമാണ് ഉള്ളതെന്നാണ്. അതായത് പുള്ളിക്കാരി വിചാരിക്കുന്ന പോലെ മാത്രമേ മറ്റുള്ളവർ ജീവിക്കാവൂ എന്ന പിടിവാശി. സത്യത്തിൽ ഒരാളുടെ ഇമാതിരി വിവരക്കേട് കാരണം നാട്ടിലെ പെൺപിള്ളാരോടൊക്കെ ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണല്ലേ എന്നായിരുന്നു കുറിപ്പ്. സത്യത്തിൽ ഒരാളുടെ ഇമാതിരി വിവരക്കേട് കാരണം നാട്ടിലെ പെൺപിള്ളാരൊക്കെ ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണല്ലേ എന്നായിരുന്നു കുറിപ്പ്. ഷെഫീന ബീവി ദയെ വിമർശിച്ച് പറഞ്ഞ വാക്കുകൾ അശ്ലീലം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് സോഷ്യൽ മീഡിയ ഷെഫീനയ്ക്കെതിരെ കൂടുതലായും തിരിഞ്ഞത്. അത് ആ സാഹചര്യത്തിലെ ഇമോഷനിൽ പറഞ്ഞു പോയതാണെന്നാണ് പിന്നീട് ഷെഫീന ബീവി നൽകിയ വിശദീകരണം. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.